الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله وارسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما أعوذ بالله من الشيطان الرجيم ووصى بها إبراهيم بنيه ويعقوب يا بني إن الله اصطفى لكم الدين فلا تموتن إلا وأنتم مسلمون ഏറെ ബഹുമാനമുള്ള സഹോദരന്മാരെ, സത്യവിശ്വാസിനികളെ, സൃഷ്ടികർത്താവും സർവ്വലോക നിയന്താവും സർവ്വാനുഗ്രഹങ്ങളുടെയും ദാതാവുമായ അല്ലാഹുവിന്റെ വിധികളും വിലക്കുകളും യഥോചിതം പാലിച്ചു ജീവിക്കാൻ പരമാവധി പരിശ്രമിക്കണമെന്ന് ഉണർത്തുകയാണ്, ഉപദേശിക്കുകയാണ്. അള്ളാഹു നമുക്കെല്ലാവർക്കും അവനിഷ്ടപ്പെട്ട വഴിയിൽ മരണം വരെ അടിയുറച്ചു മുന്നോട്ടു പോകാനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മേക്കാൾ എത്രയോ ദുർബലരായിട്ടുള്ള ജീവജാലങ്ങൾ നമുക്ക് ചുറ്റും ജീവിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഒരു വേള നമ്മുടെ അത്ര വിശേഷ ബുദ്ധിയോ നമ്മുടെ കഴിവോ നമ്മുടെ ശക്തിയോ നമ്മുടെ ഏതെങ്കിലും തരത്തിലുള്ള സ്വാധീനങ്ങളോ അവർക്കാർക്കുമില്ല. പക്ഷേ ആ ജന്തുക്കളെപ്പോലും നാം അറുത്തിട്ട് കഴിഞ്ഞാൽ ജീവൻ പോകാൻ അല്പം മിനിറ്റുകൾ സമയമെടുക്കുമെങ്കിൽ എല്ലാ തരത്തിലും കഴിവ് ആർജിച്ചെടുത്ത മനുഷ്യന്മാരായ നമ്മൾ പിടഞ്ഞു വീണ് മരിക്കാൻ സെക്കൻഡുകൾ മാത്രം മതി എന്ന് മനസ്സിലാകുമ്പോൾ നമ്മുടെ ജീവിതത്തെക്കുറിച്ചുള്ള കാഴ്ചപ്പാടും തിരിച്ചറിവും തന്നെ മാറും എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ജിമ്മിന് വേണ്ടി തന്റെ കൂട്ടുകാരന്റെ കൂടെ വീട്ടിൽ നിന്ന് കുറച്ച് അല്പം അകലെയുള്ള സ്ഥലത്തേക്ക് ബൈക്കിൽ യാത്ര ചെയ്ത +2 വിദ്യാർത്ഥികൾ ആക്സിഡന്റിൽ പെടുകയും പിന്നിലിരുന്നവന്റെ ദേഹത്തുകൂടെ ഫുൾ ലോഡഡ് ആയിട്ട് വരുന്ന ലോറി കയറി ഇറങ്ങുകയും അവന്റെ മുഖം പൂർണ്ണമായിട്ടും തകർന്നു പോവുകയും ചെയ്ത ഒരു ആക്സിഡന്റ് കഴിഞ്ഞ ദിവസം എന്റെ നാട്ടിൽ ഇടവണ്ണയിൽ സംഭവിക്കുകയുണ്ടായി. അല്ലാഹു നമ്മിൽ നിന്ന് മരിച്ചവർക്കെല്ലാവർക്കും മഗ്ഫിറത്ത് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. മുഖം പോലും തുറന്നു കാണിച്ചു കൊടുക്കാനില്ലാത്ത ഒരു ശരീരത്തിന് മയ്യത്ത് നമസ്കരിക്കുന്ന നാട്ടുകാരുടെ അവസ്ഥയൊന്ന് ആലോചിച്ചു നോക്കൂ നമ്മൾ ഓരോരുത്തരും. സഹോദരന്മാരെ, അല്ലാഹുവിന്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് ജീവിച്ചിരിക്കുമ്പോൾ പ്രാർത്ഥിച്ച ഒരു പ്രാർത്ഥനയുണ്ട്. വജഅലിൽ മൗത റാഹതൻ ലീ മിൻ കുല്ലി ശർ. അല്ലാഹുവേ, എന്റെ ജീവിതത്തിന്റെ അന്ത്യമായിട്ട് പരലോകത്തേക്കുള്ള തുടക്കമായിട്ടുള്ള മരണത്തെ എന്റെ എല്ലാ ഷർറിൽ നിന്നുമുള്ള റാഹത്താക്കി നീ മാറ്റിത്തരണമേ പടച്ചോനെ എന്ന് റസൂൽ കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥിക്കുകയുണ്ടായി.
അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു പറയുകയാണ്, ലമ്മാ സഖല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജഅല യതഗശാഹുൽ കർബ്, അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അവസാന നിമിഷത്തിൽ അവിടുത്തെ രോഗം മൂർച്ഛിക്കുകയും വേദന കഠിനമാവുകയും ചെയ്തപ്പോൾ ഫഖാലത് ഫാത്തിമ റളിയല്ലാഹു അൻഹാ വാ കർബ അബതാ, അത് കണ്ടപ്പോൾ, പിതാവിന്റെ വേദന കണ്ടപ്പോൾ ഫാത്തിമ റളിയല്ലാഹു അൻഹ നബിയെ നോക്കിയിട്ട് പറയാണ്, എന്റെ പിതാവ് എത്ര വലിയ വേദനയാണ് അനുഭവിക്കുന്നത്. ഇത് കേട്ട് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം ഫാത്തിമ ബീവിയോട് പറഞ്ഞ വാക്ക്, ലൈസ അലാ അബീക കർബുൻ ബഅദൽ യൗം, പൊന്നുമോളെ ഫാത്തിമ, ഇന്നേ ദിവസത്തിന് ശേഷം, ഈ റബീഉൽ അവ്വൽ 12 ശേഷം ഇനി ഉപ്പയ്ക്ക് വേദനയില്ല മോളെ എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ ലോകത്തോട് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ വിട പറഞ്ഞു പോയത്. സഹോദരന്മാരെ, പ്രവാചകന്റെ കൂടെ ജീവിച്ച സ്വഹാബത്തും 70,000 പേർ വിചാരണയില്ലാതെ സ്വർഗ്ഗത്തിൽ പ്രവേശിപ്പിക്കപ്പെടുമെന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പൊതുവായിട്ട് പറയുകയും ചില ആളുകളെ ചില സന്ദർഭത്തിൽ എടുത്തെടുത്ത് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് സ്വർഗമുണ്ടെന്ന സുവിശേഷം അറിയിക്കുകയുമെല്ലാം ചെയ്തത് കേട്ടുകൊണ്ടാണ് സ്വഹാബത്തും ഈ ലോകത്തോട് വിട പറഞ്ഞത് എങ്കിൽ, വിശുദ്ധ ഖുർആൻ വിശ്വാസികളായ നമ്മളോട് ഓരോരുത്തരോടും പറയുന്നു, യാ അയ്യുഹല്ലദീന ആമനൂ, വിശ്വാസികളെ ഇത്തഖുല്ലാഹ ഹഖ്ക തുഖാത്തി, നിങ്ങൾ പടച്ച റബ്ബിനെ സൂക്ഷിക്കേണ്ട മുറപ്രകാരം സൂക്ഷിക്കണം. വലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ, മുസ്ലിമായിട്ടല്ലാതെ നിങ്ങൾ മരിച്ചു പോകരുത് എന്നതാണ്. അവസാനം കലിമത്തു ഷഹാദ ഉച്ചരിച്ചുകൊണ്ട് പടച്ച റബ്ബിന്റെ പ്രീതിപ്പെട്ടവനായിക്കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആലയ്ക്ക് ഇഷ്ടപ്പെട്ട വഴിയിലായിക്കൊണ്ട് സൽക്കർമ്മത്തിലായിക്കൊണ്ട് നെറ്റിത്തടം വിയർത്തവനായിക്കൊണ്ട് വെള്ളിയാഴ്ച രാവിലോ പകലിലോ ഷഹീദായി മരിക്കാൻ നമുക്ക് പറ്റിയാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ശുഹദാക്കളുടെ പട്ടികയായി ബിൽഡിംഗ് തകർന്നവർ, മുങ്ങി മരിച്ചവർ, വയറിന് രോഗം ബാധിച്ചവർ, പ്രസവാനന്തര മരണം സംഭവിച്ചവർ, അങ്ങനെ തുടങ്ങിയിട്ടതിന്റെ പട്ടിക റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ നീണ്ടതായിട്ട് വിശദീകരിക്കുകയുണ്ടായി. നല്ല മരണത്തിന്റെ ലക്ഷണമായിട്ട് മരിക്കുമ്പോൾ എവിടെ മരിക്കുന്നു എന്നുള്ളതല്ല, നാം എങ്ങനെ മരിക്കുന്നു ഭൗതികമായി എന്നുള്ളതല്ല, മരിക്കുന്ന സന്ദർഭത്തിൽ അല്ലാഹു നമ്മളോട് പറഞ്ഞിരിക്കുന്നത് വലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ, പടച്ച റബ്ബിന് കീഴ്പ്പെട്ട ഒരു മുസ്ലിമായി കൊണ്ടല്ലാതെ നിങ്ങൾ മരിക്കരുതേ എന്ന് അല്ലാഹുവിന്റെ ഖുർആൻ നമ്മളെ ഓർമ്മപ്പെടുത്തുകയാണ്. വസ്സാ ബിഹാ ഇബ്രാഹീമു ബനീഹി വയഅഖൂബ് യാ ബനിയ ഇന്നല്ലാഹ അസ്തഫാ ലക്കുമുദ്ദീൻ. യാഖൂബ് നബിയും ഇബ്രാഹിം നബിയും അവരുടെ മക്കളെ വിളിച്ചുകൊണ്ട് വസിയത്ത് കൊടുക്കുകയാണ്, മക്കളെ നിങ്ങൾ ഒരിക്കലും തന്നെ മുസ്ലിമായിട്ടല്ലാതെ മരിക്കരുത്. ഇന്നല്ലാഹ അസ്തഫാ ലക്കുമുദ്ദീൻ, അല്ലാഹു തെരഞ്ഞെടുത്ത് നൽകിയിരിക്കുകയാണ് നിങ്ങൾക്ക് ഈ ദീൻ. നമ്മെപ്പോലുള്ള പച്ചയായ മനുഷ്യന്മാർക്ക് ഈ ഹിദായത്ത് ലഭിച്ചില്ല, പ്രവാചകന്മാരുടെ കുടുംബത്തിൽ പിറന്നവർക്ക് പോലും ഈ ദീന് ലഭിച്ചില്ല. വദറബല്ലാഹു മസലൻ ലില്ലദീന കഫറു ഇംറഅത നൂഹിൻ വഇംറഅത ലൂത്ത് كانتا تحت عبدين من عبادنا صالحين فخانتاهما فلم يغنيا عنهما من الله شيئا وقيل ادخلا النار مع الداخلين. സത്യനിഷേധികളെ, നിങ്ങൾക്കിതാ അല്ലാഹു ഉദാഹരണം പറയുന്നു. ആരുടെ ഉദാഹരണം? നൂഹിന്റെയും ലൂത്തിന്റെയും ഭാര്യമാർ. അവർ രണ്ടുപേരും എന്റെ നല്ല ദാസന്മാരായിരുന്നു. പക്ഷേ ആ ഇണകൾ അവരെ രണ്ടുപേരെയും വഞ്ചിക്കുകയുണ്ടായി. അവരോട് പറയപ്പെടും, നിന്യകരമായിട്ട് നിങ്ങൾ നരകത്തിൽ പ്രവേശിച്ചു കൊള്ളുക എന്നതാണ്. സുഹൃത്തുക്കൾ, അള്ളാഹു തെരഞ്ഞെടുത്ത് നൽകിയതാണ് ഈ ദീനെന്ന് പറയുന്നത്. മുസ്ലിമായി ജീവിക്കാൻ, മുസ്ലിം സൊസൈറ്റിയിൽ ഇടം പിടിക്കാൻ നമുക്ക് അവസരം കിട്ടിയത് അപമാനമായി കാണുന്ന ചില വിവരദോഷികളുടെ കൂട്ടത്തിൽ നമ്മൾ പെട്ടുപോകരുത്. പടച്ച റബ്ബിന്റെ അടുക്കൽ സ്വീകരിക്കപ്പെടുന്ന മതം അത് ഇസ്ലാം മാത്രമാണ്. അല്ലാഹു മൻ യബ്തഗി ഗൈറൽ ഇസ്ലാമി ദീനൻ ഫലൻ യുഖ്ബല മിൻ, അതല്ലാത്ത ഒരു മതത്തെ ആരെങ്കിലും സ്വീകരിച്ചാൽ അത് സ്വീകരിക്കപ്പെടുകയില്ല, പടച്ച റബ്ബ് അത് സ്വീകരിക്കുകയില്ല. സുഹൃത്തുക്കളെ, എങ്ങനെയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയ ഈ മഹത്തായ സൗഭാഗ്യത്തെ നഷ്ടപ്പെടുത്തി കളയുന്നതിനെ ലാഘവത്തോടുകൂടെ നമുക്ക് കാണാൻ സാധിക്കുക? ഒരിക്കലും സാധിക്കൂല. ഒരു വിശ്വാസിയുടെ പ്രാർത്ഥന സൂറത്ത് ആൽ ഇംറാൻ 193 ആയത്തിൽ അല്ലാഹു പറയുന്നത്, റബ്ബനാ ഫഗ്ഫിർ ലനാ ദുനൂബനാ വകഫിർ അന്നാ സയ്യിആതിനാ വതവഫനാ മഅൽ അബ്റാർ. പടച്ച റബ്ബേ, ഫഗ്ഫിർ ലനാ ദുനൂബനാ, ഞങ്ങളുടെ പാപങ്ങൾ നീ പുറത്തു തരണേ പടച്ചോനെ. വകഫിർ അന്നാ സയ്യിആതിനാ, ഞങ്ങളുടെ പോരായ്മകൾ, ഞങ്ങളുടെ കുറവുകൾ, ഞങ്ങളുടെ ന്യൂനതകൾ നീ മറച്ചു നൽകണമേ പടച്ചോനെ. വതവഫനാ മഅൽ അബ്റാർ, പുണ്യവാളന്മാരോടൊപ്പം ഞങ്ങളെ നീ മരിപ്പിക്കണമേ പടച്ചോനെ എന്ന് ഒരു വിശ്വാസി എപ്പോഴും പ്രാർത്ഥിക്കുമെന്നാണ്. എത്ര പേരാണ് ഇസ്ലാമിൽ പ്രവേശിച്ച് കുഫ്റിൽ ആയിക്കൊണ്ട് മരിച്ചു പോയിട്ടുള്ളത്, ബിദ്അത്തിലായിക്കൊണ്ട് മരിച്ചു പോയിട്ടുള്ളത്, സന്മാർഗം പ്രാപിച്ച വലാലത്തിലായി എത്ര പേരാണ് മരിച്ചുപോയത്. രണഭൂമിയിൽ ധീരശൂരം പോരാടുന്ന ഒരു
യുവ പോരാളിയെ ചൂണ്ടിയിട്ട് റസൂലുള്ള പറയാണ് അയാൾ നരകാവകാശിയാണ്. സ്വഹാബത്ത് അത്ഭുതപ്പെട്ടു പോയി. എന്താണ് അയാൾക്ക് പറ്റിയത്? എന്താണ്? ആളുകൾ അത്ഭുതത്തോടുകൂടെ നോക്കിക്കാണുകയാണ്. അയാൾ സ്വർഗത്തിൽ, അല്ലെങ്കിൽ പിന്നെ ആരായിരിക്കും സ്വർഗത്തിൽ? അത്രയും കഠിനാധ്വാനം ചെയ്യുന്നുണ്ടല്ലോ അയാൾ. യുദ്ധം കഴിഞ്ഞ് മാരകമായ മുറിവുകളുമായി ടെന്റിലേക്ക് വന്ന് അയാൾ വേദന സഹിക്കാൻ കഴിയാതെ തന്റെ വാള് മണലിൽ തിരിച്ചു കുത്തിവെച്ച് അതിലേക്ക് വീണ് ആത്മഹത്യ ചെയ്യുന്നതായിട്ടാണ് സഹാബത്ത് കാണുന്നത്. സദഖ റസൂലുള്ളാഹ്, അള്ളാഹുവിന്റെ പ്രവാചകന്റെ വാക്ക് സത്യമാവുകയാണ്. ആ ചരിത്രം പറഞ്ഞുകൊണ്ട് അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ഒരു കാര്യമുണ്ട്. ഇന്നൽ അബ്ദ ലയഅമലു ഫീമാ യറന്നാസ് അമല അഹ്ലിൽ ജന്ന വ ഇന്നഹു ലമിൻ അഹ്ലിൻ നാർ. ജനങ്ങളിൽ ചില ആളുകളുണ്ട്, അവനെ നോക്കിയിട്ട് ജനങ്ങൾ വിചാരിക്കും അവൻ സ്വർഗക്കാരനാണ്, പക്ഷെ അവൻ സ്വർഗക്കാരനല്ല, അവൻ നരകക്കാരനാണ്. എന്നാൽ ജനങ്ങളിൽ ചില ആളുകളുണ്ട്, വയഅമലു ഫീമാ യറന്നാസ് അമല അഹ്ലിൻ നാർ, ജനങ്ങളുടെ കാഴ്ചയിൽ നരകക്കാരുടെ പണി ചെയ്യുന്ന ചില ആളുകളുണ്ട്. ജനങ്ങൾ വിചാരിക്കും അവനൊക്കെ നരകത്തിലായിരിക്കും എന്തായാലും. വഹുവ മിൻ അഹ്ലിൽ ജന്ന, അവൻ സ്വർഗക്കാരനാണ്. എന്നിട്ട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണെന്തറിയോ? വ ഇന്നമൽ അഅമാലു ബിഖവാതിമിഹാ, കർമ്മങ്ങളുടെ അന്ത്യം നോക്കിയിട്ടാണ് ഓരോരുത്തരും സ്വർഗത്തിലാണോ നരകത്തിലാണോ എന്ന് തീരുമാനിക്കുന്നത് എന്നതാണ് സഹോദരന്മാരെ. ഇബ്നു ഹജർ റഹിമഹുല്ലാഹ് ഈ ഹദീസിനെ വ്യാഖ്യാനിച്ചുകൊണ്ട് പറയുന്നുണ്ട്, വഫീഹിൽ ഹസ്സു അലൽ ഇസ്തിആദതി ബില്ലാഹി തആല മിൻ സൂഇൽ ഖാതിമ, മോശപ്പെട്ട മരണത്തിൽ നിന്ന് പടച്ച റബ്ബിനോട് എപ്പോഴും രക്ഷ തേടിക്കൊണ്ടേയിരിക്കണം എന്നതിനുള്ള പ്രേരണയാണ് മുകളിൽ കൊടുത്ത ഈ ഹദീസ് എന്നതാണ്. നല്ലവനായി ജീവിച്ചുകൊണ്ടേ നിന്നിട്ട് സ്വർഗത്തിന്റെ അടുത്തെത്തിയിട്ട് ലാസ്റ്റ് സമയത്ത് കേടുവരുന്നാണ് അതിന്റെ അർത്ഥം. കേടുവന്നേ ജീവിച്ച് നരകത്തിന്റെ വക്കിലെത്തിയിട്ട് അവസാന സമയത്ത് നന്നായിട്ട് അവൻ സ്വർഗക്കാരനായി മരിച്ചു പോകുമെന്നാണ് ആ ഹദീസിന്റെ അർത്ഥം. ഈ ഹദീസ് കേൾക്കുന്ന വിശ്വാസി എന്ത് പ്രാർത്ഥിക്കണം? പടച്ച റബ്ബേ, എന്റെ അന്ത്യം നീ നന്നാക്കി തരയണമേ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കണമെന്നാണ് ഹദീസിനെ വ്യാഖ്യാനിച്ച ഉലമാക്കൾ നമ്മെ ഓർമ്മപ്പെടുത്തുന്നത്. സുഹൃത്തുക്കളെ, അള്ളാഹുവിന്റെ പ്രവാചകൻ യുദ്ധത്തിൽ യുദ്ധത്തിൽ ധീരമായി പോരാടിയവനെ ചൂണ്ടി നരകമുണ്ടെന്ന് പറഞ്ഞതുപോലെ തന്നെ മറ്റൊരു സന്ദർഭവും ചരിത്രത്തിലുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ കാണാൻ ദൂരെ നിന്ന് വാഹനം ചലിപ്പിച്ചു വന്ന ഒരാൾ നബിയെ കണ്ടുമുട്ടുകയും ഇസ്ലാമിനെക്കുറിച്ച് പഠിക്കുകയും ഈമാൻ ഉൾക്കൊണ്ടുകൊണ്ട് അഖറർത്തു, ഞാൻ അംഗീകരിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞ് തന്റെ വാഹനത്തിൽ നിന്ന് ഇറങ്ങുക പോലും ചെയ്യാതെ അതേ വാഹനത്തെ യാത്ര തിരിച്ച അദ്ദേഹത്തിന്റെ വാഹനം, ആ ഒട്ടകത്തിന്റെ കാലൊരു മടയിൽ പോയിട്ട് ഒട്ടകവും അയാളും തെറിച്ചു വീഴുകയാണ്. ഒട്ടകത്തിന്റെ മീതെ നിന്ന് തെറിച്ചു വീണ അയാൾ ആ ആഘാതത്തിൽ പിരടിയൊടിഞ്ഞ് മരണപ്പെടുകയാണ്. സ്വഹാബത്തിനോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വയറൊട്ടിയവനായിക്കൊണ്ട് തന്റെ വീട്ടിൽ നിന്ന് പുറപ്പെട്ട ആ മനുഷ്യന് മലക്കുകൾ സ്വർഗത്തിലെ പഴവർഗ്ഗങ്ങൾ ഊട്ടുന്നത് ഞാൻ കണ്ടുകൊണ്ടിരിക്കുന്നു എന്നാണ്. പടച്ച റബ്ബിന്റെ മാർഗത്തിൽ കിബിലക്ക് തിരിഞ്ഞു ഒരു സുജൂദ് പോലും ചെയ്തിട്ടില്ലാത്ത ആ മനുഷ്യൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ് റസൂലുള്ളാഹ് എന്നത് കളങ്കമില്ല, ശിർക്കിന്റെ ലാഞ്ചനയില്ലാതെ അഖറർത്തു, ഞാനിത് അംഗീകരിച്ചിരിക്കുന്നു എന്ന ഒറ്റ വാക്കേ പറഞ്ഞുള്ളൂ. പക്ഷെ ആ വാക്ക് ഉച്ചരിച്ച തൊട്ടു പിന്നാലെ സെക്കൻഡുകൾക്കൊടുവിൽ അയാൾ മരണപ്പെട്ട് നേരെ സ്വർഗത്തിൽ പ്രവേശിക്കുകയാണ്. സുഹൃത്തുക്കളെ, ഇതാണ് ഭാഗ്യം. നമ്മൾ ചിലരെ ചൂണ്ടിയിട്ട് പറയും അവനൊക്കെ എന്ത് ഭാഗ്യവാനാണ്, അവന്റെ ബിസിനസ് വെച്ചടി കയറ്റമല്ലേ, അവന്റെ വീട് കണ്ടില്ലേ, അവന്റെ മക്കളെ കണ്ടില്ലേ, അവന്റെ ആരോഗ്യം കണ്ടില്ലേ, അവനൊക്കെ എന്ത് ഭാഗ്യവാനാണെന്ന്. സുഹൃത്തുക്കളെ, ഭാഗ്യമെന്ന് പറയുന്നത് ഈമാനുള്ളവനായി മരിക്കാൻ പറ്റലാണ്. കലിമത്തു ഷഹാദ ഉച്ചരിച്ച് മരിക്കാൻ പറ്റലാണ്. അൻതല്ലദീ വലദത്ക ഉമ്മുക ബാക്കിയ വന്നാസു ഹൗലക യൽഹഖൂന സുറൂറ, നീ നിന്റെ മാതാവിന്റെ ഗർഭത്തിൽ നിന്ന് പുറത്തേക്ക് വന്നപ്പോൾ ആളുകൾ നിന്നെ ചുറ്റും കൂടിയിരുന്ന് ചിരിക്കുകയായിരുന്നു, അന്ന് നീ കരയുകയായിരുന്നു. നാളെ നീ മരിക്കുമ്പോൾ നിന്റെ മയ്യത്തിന്റെ സവിധത്തിൽ വെച്ച് നിന്റെ ഇണകളും നിന്റെ മക്കളും നിന്റെ കൂട്ടുകാരും നിന്റെ പരിചയക്കാരും നിന്ന് വിതുമ്പുമ്പോൾ നിനക്ക് ചിരിക്കാൻ പറ്റണം. അവിടെയാണ് സഹോദരന്മാരെ നമ്മുടെ വിജയം. ആയുസ്സിന്റെ ഒരു തുള്ളി മാത്രമാണ് ഈ ദുനിയാവിലെ കലാപരിപാടികളെന്ന് മനസ്സിനെ ബോധ്യപ്പെടുത്താത്തവരെല്ലാം വിഡ്ഢികളാണ്. അയ്യുന്നാസി അഖിയസി യാ റസൂലല്ലാഹ്, ഞങ്ങളുടെ കൂട്ടത്തിലെ ബുദ്ധിമാൻ ആരാണ് നബിയെ? അക്സറഹും ലിൽ മൗതി ദിക്റൻ വഅഹ്സനഹും ലിമാ ബഅദഹു ഇസ്തിഅദാദ, മരണത്തെക്കുറിച്ച് ധാരാളമായി ഓർക്കുകയും എല്ലാവരും ദുനിയാവിന്റെ പിന്നാലെ പായുമ്പോൾ മരണത്തിനപ്പുറത്ത് അറ്റമില്ലാതെ നീണ്ടുകിടക്കുന്ന കാലത്തെ വിജയത്തിന് വേണ്ടിയിട്ട് ഖബറൊരുക്കുന്ന, പരലോകമൊരുക്കുന്ന, സ്വർഗമൊരുക്കുന്നവനാണ് നിങ്ങളുടെ കൂട്ടത്തിലെ ഏറ്റവും വലിയ ബുദ്ധിമാൻ എന്ന് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം. അയ്യുന്നാസി ഖൈർ യാ റസൂലല്ലാഹ്, ജനങ്ങളുടെ കൂട്ടത്തിലെ ഏറ്റവും നല്ലവൻ ആരാണ് നബിയെ? സുഹൃത്തുക്കളെ, വളരെ എളുപ്പമാണ്. നല്ലവനാണോ ചീത്ത ആളാണെന്ന് മനസ്സിലാക്കാനുള്ള ഒരു അളവുകോല നബി തരുന്നത്. ചിന്തിച്ചോളി. സ്വന്തത്തെക്കുറിച്ച് ചിന്തിക്കാൻ നമ്മുടെ തലച്ചോറ് പാകമാകുന്നില്ലെങ്കിൽ, ആരെങ്കിലും അനുകരിച്ച് ജീവിതം പാഴാക്കി കളയാനാണ് നമ്മുടെ തീരുമാനമെങ്കിൽ, കയ്യിൽ കിട്ടുന്ന ചില്ലറ നാണയങ്ങളുടെ പിന്നാലെ നെട്ടോട്ടം ഓടുകയാണ് നമ്മുടെ ജീവിതത്തിന്റെ അജണ്ടയെങ്കിൽ,
സഹോദരന്മാരെ തകർന്നു പോകും നമ്മുടെ ജീവിതം, നശിച്ചു പോകും നമ്മുടെ ജീവിതം, പരാജയപ്പെട്ടു പോകും നമ്മുടെ ജീവിതം. നാം ഒന്നും നേടിയിട്ടില്ല. പടച്ച റബ്ബ് സുബ്ഹാനഹു വ തആല പ്രിയപ്പെട്ടവനായി ഈ ലോകത്തുനിന്ന് വിട പറയാൻ നമുക്ക് പറ്റിയില്ലെങ്കിൽ നമ്മളൊന്നും നേടിയിട്ടില്ലെന്ന് സഹോദരന്മാരെ എഴുതി വെക്കണം. അനന്തവരന്മാർക്ക് കോടിക്കണക്കിന് രൂപ ബാക്കി വെച്ച് മരിക്കുന്നവനല്ല നേടിയവൻ. സ്വന്തം കബറിലേക്കും സ്വന്തം പരലോകത്തേക്കും മുന്നൊരുക്കം ചെയ്തവനാണ് ഏറ്റവും നല്ലവനെന്ന് അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. മൻ താല ഉംറുഹു വഹസുന അമലുഹു. പടച്ച റബ്ബ് ആർക്കാണോ ആയുസ് കൊടുത്തത്, ആ ആയുസ് കൊണ്ട് നന്മ ചെയ്തവൻ ആരാണോ അവനാണ് നിങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും നല്ലവനെന്ന് അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുമ്പോൾ, സുഹൃത്തുക്കളെ, ജീവിതം നന്നാകണം, മരണവും നന്നാകണം. മൻ മാത അലാ ശൈഇൻ ബഅസഹു അല്ലാഹു അലൈഹി. ആരെങ്കിലും ഏതൊരവസ്ഥയിലാണോ ഒരാൾ മരിക്കുന്നത് അങ്ങനെയാണ് അവൻ ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടുക എന്ന് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് പറയുകയുണ്ടായി. എത്രയോ ആളുകൾ ബാറിൽ മരിച്ചുപോയി, വേശ്യാലയത്തിൽ മരിച്ചുപോയി, പല അനാശാസ്യങ്ങൾക്കും പോയിട്ട് മരണപ്പെട്ടു പോകുന്ന സാഹചര്യമുണ്ടായി. ടാക്കീസ് ഹാളിൽ, സിനിമാ ഹാളിൽ നിന്ന് അറ്റാക്കായി മരണപ്പെട്ടു പോയവരുണ്ട്. തന്റെ ബെഡ്റൂമിൽ അശ്ലീലവും അനാവശ്യവും കണ്ടുകൊണ്ടിരിക്കെ മരണപ്പെട്ടു പോയ ആളുകളുണ്ട്. ഒരാൾ എങ്ങനെയാണോ മരിക്കുന്നത്, എവിടെയാണോ മരിക്കുന്നത്, ഏത് സാഹചര്യത്തിലാണോ മരിക്കുന്നത് അങ്ങനെയാണ് അവൻ ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടുക എന്ന് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് തന്നെ അവിടുന്ന് പ്രാർത്ഥിച്ചു, അല്ലാഹുവേ, മരണത്തിന്റെ നേരത്ത് വരേക്കും, ആ നേരത്ത് പോലും ശൈത്താൻ എന്നെ കീഴ്പ്പെടുത്തുന്നതിൽ നിന്ന് ഞാൻ നിന്നോട് രക്ഷ തേടുന്നു എന്നാണ്. മഹാനായ ഇമാം അഹ്മദ് റഹിമഹുല്ലാഹ് അദ്ദേഹം മരിക്കാൻ കിടക്കും. അദ്ദേഹം പറയണം, ആയിട്ടില്ല, ആയിട്ടില്ല. ചുറ്റുമുള്ള ആളുകൾ ചോദിക്കണം, എന്താണ് ആയിട്ടില്ല, ആയിട്ടില്ല എന്ന് പറയുന്നത്? പിശാച് എന്നോട് മന്ത്രിക്കുന്നു, ഇമാം അഹ്മദ്, താങ്കളുടെ കാര്യത്തിൽ ഞാൻ പരാജയപ്പെട്ടു പോയി അഹ്മദ്. ഈ നാട്ടിലുള്ള മുഴുവൻ ആളുകളെയും തെറ്റിക്കാൻ എനിക്ക് പറ്റി, പക്ഷേ താങ്കൾ എനിക്ക് തെറ്റിക്കാൻ പറ്റിയില്ലല്ലോ എന്ന് പറഞ്ഞപ്പോൾ ഇമാം അഹ്മദ് ബിൻ ഹംബൽ പറയുകയാണ്, ആയിട്ടില്ല, സമയമായിട്ടില്ല. അവസാനത്തെ സെക്കൻഡുകളിൽ ഒരുപക്ഷെ നിനക്കെന്നെ വഴിപിഴപ്പിക്കാൻ സാധിക്കുമെന്നതാണ് ഇമാം അഹ്മദ് ബിൻ ഹംബൽ പറഞ്ഞതിന്റെ ആശയമെന്നത് സഹോദരന്മാരെ നമ്മൾ തിരിച്ചറിയണം. നമസ്കാരത്തിൽ ഏറ്റവും നല്ല സമയം ഏതാണ്? അവസാനത്തെ അത്തഹിയാത്തിന്റെ അവസാനത്തെ നിമിഷമാണ്. ആ സമയം നിങ്ങൾ പ്രാർത്ഥിച്ചാൽ നിങ്ങൾക്ക് ഉത്തരമുണ്ട്. ദുബുരി കുല്ലി സ്വലാ, എല്ലാ നമസ്കാരത്തിന്റെയും എൻഡ് ആ സമയം. ആ സന്ദർഭത്തിൽ പ്രാർത്ഥിക്കാൻ പഠിപ്പിച്ചു. അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിൻ അദാബി ജഹന്നം വമിൻ അദാബിൽ ഖബർ വമിൻ ഫിത്നത്തിൽ മഹ്യാ വൽ മമാത്. വമിൻ ഫിത്നത്തിൽ മഹ്യാ വൽ മമാത്. ജീവിത മരണങ്ങളുടെ പരീക്ഷണങ്ങളിൽ നിന്ന് ഞാൻ നിന്നോട് രക്ഷ തേടുന്നു പടച്ച റബ്ബേ എന്ന് പ്രാർത്ഥിക്കണം. اللهم إني أعوذ بك من جهد البلاء ودرق الشقاء وسوء القضاء وشماتة الأعداء. അല്ലാഹുവിന്റെ പ്രവാചകന്റെ പ്രാർത്ഥനയാണ്. അതിൽ ദർഖു ശഖാ എന്നതിന് ഇമാം സുയൂത്തി കൊടുത്ത അർത്ഥം വൽ മുറാദു ബിശഖാഇ സൂഉൽ ഖാത്തിമ എന്നാണ്. ദൗർഭാഗ്യം വന്ന് ഭവിക്കുന്നതിൽ നിന്ന് ഞാൻ നിന്നോട് രക്ഷ തേടുന്നു പടച്ചോനെ എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം മോശപ്പെട്ടവനായി ഞാൻ മരിക്കുന്നതിൽ നിന്ന് നിന്നോട് ഞാൻ രക്ഷ തേടുന്നു പടച്ചോനെ എന്നാണ്. എത്ര കപ്പലുകളാണ് തീരമണയാൻ നേരത്ത് കാറ്റ് തള്ളിയിട്ടത്! എത്രയെത്ര ആളുകൾ! ചരിത്രം പറയും, ഉബൈദുല്ലാഹ് ഇബ്നു ജഹ്ശ്, അദ്ദേഹം ഇസ്ലാം സ്വീകരിച്ചു. പക്ഷേ മാത നസ്റാനിയൻ ബി അർദി ഹബ്ശ, ഹബ്ശയിൽ പോയി അദ്ദേഹം നസ്റാനിയായിട്ടാണ് മരിച്ചത്. പക്ഷേ വതസവ്വജ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇംറഅതഹു ഉമ്മു ഹബീബ ബിൻത് അബി സുഫിയാൻ ബഅദഹു. അദ്ദേഹം മരണപ്പെട്ടു പോയപ്പോൾ അദ്ദേഹത്തിന്റെ ഭാര്യയ്ക്ക് അള്ളാഹു കൊടുത്ത അനുഗ്രഹം മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ് അള്ളാഹു കൊടുത്തിരിക്കുന്നത്. ഇസ്ലാം സ്വീകരിച്ചിട്ട് എത്രയോ ആളുകൾ സഹോദരന്മാരെ കുഫറിൽ മരണപ്പെട്ടു പോയി. കർമ്മങ്ങൾ അവസാനം നോക്കിയിട്ടാണ് ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ് പറയാണ്, മൻ നഹ്ദസ ഖബ്ല അസ്സലാം ബതല മാ മളാ മിൻ സ്വലാത്തി. എത്ര പേരുടെ നമസ്കാരം അല്ലേ, അവരുടെ നമസ്കാരം അവസാന സമയത്ത് വുളു മുറിഞ്ഞു അല്ലേ. ആരുടെയെങ്കിലും സലാമിന് മുമ്പ്, സലാം വിട്ടുന്നതിന് മുമ്പ് വുളു മുറിഞ്ഞാൽ അവന്റെ നിസ്കാരം ഫുള്ള് ബാത്തിലാണ്. വമൻ അഫ്തറ ഖബ്ല ഖുറൂബി ശംസ്, സൂര്യൻ അസ്തമിക്കും മുമ്പ്, മഗ്രിബാകും മുമ്പ് ആരെങ്കിലും നോമ്പ് തുറന്നാൽ ദഹബ സിയാമു ളായിഅൻ, അവന്റെ നോമ്പ് പാഴായി പോകുമെന്ന് ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ്. ഇതുപോലെ തന്നെയാണ് ആരുടെയെങ്കിലും വമൻ അസാഅ ഫീ ആഖിരി ഉംരിഹി, ആരെങ്കിലും അവന്റെ അവസാന സമയത്തെ മോശമാക്കി കഴിഞ്ഞാൽ ആ രൂപത്തിലായിരിക്കും പടച്ചറബിനെ അവന് കണ്ടുമുട്ടേണ്ടി വരിക എന്നതാണ്. സഹോദരന്മാരെ, നല്ല മരണം കാഴ്ചവെക്കാൻ നമുക്ക് സാധിക്കണം. അതിന് തികഞ്ഞ ബോധ്യം നമുക്കെല്ലാവർക്കും വേണം. നന്മയിൽ ചരിക്കാൻ നമുക്ക് സാധിക്കണം. മോശപ്പെട്ട മരണമുണ്ടാകാനുള്ള കാരണം ബിദ്അത്തുകളും ഫസാദുകളുമാണ്. ബിദ്അത്തുകളും ഫസാദുകളുമാണ്, ശിർക്കും കുഫ്റുമാണ്, ഹറാമുകളാണ്, പാപങ്ങളാണ്, നിർബന്ധ കാര്യങ്ങൾ ഉപേക്ഷിക്കലാണ്, മനസ്സ് മോശപ്പെട്ട രോഗങ്ങൾക്ക് അടിമപ്പെടലാണ്,
മനുഷ്യൻ ദുനിയാവിന്റെ സൗന്ദര്യവും അതിന്റെ ആർഭാടവും അതിന്റെ ആസ്വാദനവും അതിന്റെ രസങ്ങളും തേടി ഇറങ്ങിപ്പുറപ്പെടലാണ് മോശപ്പെട്ട മരണങ്ങൾക്കുള്ള കാരണം. ആളുകൾ പറയാറില്ല, നല്ല മനുഷ്യനായിരുന്നു, നല്ല ദീനുണ്ടായിരുന്നു, പള്ളിയിലൊക്കെ ഉണ്ടായിരുന്നു, ഇപ്പൊ അവനെ കാണാനില്ല, ഇപ്പൊ നല്ല ജോലിയൊക്കെ ആയിട്ട് ഇപ്പൊ ഭയങ്കര ആള് വേറൊരു ലെവലിലാണ്. സുഹൃത്തുക്കളെ, സഹോദരന്മാരെ, ഏത് ലെവലിൽ ജീവിച്ചാലും കുല്ലു നഫ്സിൻ ദാഇഖത്തുൽ മൗത്ത്, എവ്രി സോൾ വിൽ ടേസ്റ്റ് ഡെത്ത്. അത് രുചിക്കാതെ ഒരാളും ഈ ലോകത്തുനിന്ന് വിട പറയില്ല. എല്ലാവരും മരിച്ചിരിക്കും, എല്ലാവരും അതിന്റെ രുചി നുകർന്നിരിക്കും. അൽഹാകുമുത് തകാസുർ ഹത്താ സുർതുമുൽ മഖാബിർ. പണത്തിന്റെയും സമ്പത്തിന്റെയും സൗകര്യത്തിന്റെയും തറവാടിത്തത്തിന്റെയും പേരിൽ പെരുമ നടിക്കുന്നവരെ ഹത്താ സുർതുമുൽ മഖാബിർ. ഈ പെരുമ നടിക്കലും ഈ അബദ്ധസഞ്ചാരവും ഈ വഴിവിട്ടുള്ള മുന്നോട്ട് പോക്കും ഖബറിടം സന്ദർശിക്കുന്നവരേക്കും ഉണ്ടാവുകയുള്ളൂ എന്ന് അള്ളാഹുവിന്റെ ഖുർആനിൽ പടച്ചറബ് നമ്മെ ഓർമ്മപ്പെടുത്തുമ്പോൾ, ജനിച്ച നമ്മൾ മരിക്കും. നമുക്കറിയാത്ത ഒരു തീയതി, ഒരു സമയം, ഒരു സ്ഥലം, ഒരു റീസൺ പടച്ചറബ് എഴുതി വെച്ചിട്ടുണ്ട്. നാഷണൽ ഹൈവേ 66 ഒരു സഹോദരി കയറിച്ചെല്ലാണ്. രണ്ടാമത്തെ വരിയിലൂടെ വന്ന ഒരു അല്പം വലിയൊരു 407 പോലത്തെ വാഹനത്തെ ക്രോസ് ചെയ്യാൻ വേണ്ടി അവർ വേഗതയിൽ ഓടിയതാണ്. പക്ഷെ മൂന്നാമത്തെ ലൈനിലൂടെ 100-ലോ 120-ലോ വരുന്ന ഒരു കാറ് അവരെ ഇടിച്ച് തെറിപ്പിച്ച് ആ സ്പോട്ടിൽ അവർ മരണപ്പെടുകയാണ്. സുഹൃത്തുക്കളെ, ഇത് നമ്മെപ്പോലുള്ള പച്ചയായ മനുഷ്യന്മാരാണ്. റോഡ് ക്രോസ് ചെയ്ത് അപ്പുറത്തവർക്ക് വീട്ടിലേക്ക് പോകാനുണ്ട്, എന്തൊക്കെയോ ആവശ്യങ്ങൾ തീർക്കാനുണ്ട്. അവർക്കുമുണ്ടായിരുന്നു അവരുടേതായ അജണ്ടകളുമായി കുതിക്കുന്നതിനിടക്ക് തന്നെയാണ് നമ്മെപ്പോലുള്ള പച്ചയായ മനുഷ്യന്മാർ ഈ ലോകത്തോട് വിട പറഞ്ഞിരിക്കുന്നത് എങ്കിൽ നമുക്ക് മാത്രം അതിൽ നിന്ന് വ്യത്യസ്തമല്ലെന്ന് മനസ്സിലാക്കി ഏറ്റവും നല്ല നിലക്ക് ജീവിക്കാനും നല്ലവരായി മരിക്കുവാനും നാം പരിശ്രമിക്കേണ്ടതുണ്ട്. പടച്ചറബ് അനുഗ്രഹിക്കുമാറാവട്ടെ. അൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. അല്ലാഹുവിനെ സൂക്ഷിക്കണമെന്ന് ഒരിക്കൽ കൂടെ ഉണർത്തുകയാണ്, ഉപദേശിക്കുകയാണ്. മരണത്തിന്റെ വേളയിൽ ആകാശത്ത് നിന്ന് മലക്കുൽ മൗത്തും സംഘവും ഇറങ്ങി വരും. മരണമാർക്കാണോ അല്ലാഹു വിധിച്ചത് അവന്റെ അടുക്കലിരുന്ന് അവനെ വിളിക്കും, യാ അയ്യത്തുഹൻ നഫ്സു ത്വയ്യിബ, സമാധാനമടഞ്ഞ ശുദ്ധമായ ആത്മാവേ, അല്ലാഹുവിന്റെ റഹ്മത്തിലേക്കും സ്വർഗ്ഗത്തിലേക്കും ഇറങ്ങി വന്നാലും. ഇത് കേൾക്കുമ്പോൾ കൂജയിൽ നിന്ന് വെള്ളമൊഴുകുന്നത് പോലെ വിശ്വാസിയുടെ ആത്മാവ് അവന്റെ ശരീരത്തിൽ നിന്ന് മലക്കുൽ മൗത്തിന്റെ കൈകളിലേക്ക് ഒഴുകി വരുമെന്ന് അല്ലാഹുവിന്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഞൊടിയിടയിൽ മലക്കുകളുടെ കയ്യിലുള്ള സ്വർഗ്ഗത്തിലെ പുടവയിലേക്ക് അത് മാറ്റിയിട്ട് അതിൽ പൊതിഞ്ഞ് മലക്കുകൾ ആകാശലോകത്തേക്ക് പോകും. ഒന്നാം ആകാശത്തിന്റെ ഡോറിൽ വെച്ച് കാവൽക്കാർ ചോദിക്കും, ആരാണിതെന്ന് ചോദിക്കുമ്പോൾ അയാളുടെ ഏറ്റവും നല്ല പേരിൽ പരിചയപ്പെടുത്തുകയും അയാൾക്ക് വേണ്ടി ഡോറ് മലർക്ക് തുറക്കപ്പെടുകയും ചെയ്യും. ഓരോ ആകാശത്തിലും കണക്ക് പറയാനാകാത്ത അത്രയും മലക്കുകൾ ആ ആത്മാവിനെ അനുഗമിക്കും. അങ്ങനെ ഓരോ ആകാശത്തിന്റെയും ഡോറുകൾ തുറക്കപ്പെട്ട് ആ ആകാശങ്ങൾക്കിടയിലുള്ള മലക്കുകൾ അവരെ യാത്രയയച്ച് അവസാനം അല്ലാഹുവിന്റെ അടുക്കലെത്തി പടച്ചറബുമായി സംസാരിക്കും. അല്ലാഹു പറയും, ഇവൻ സിദ്ദീഖാണ്, വിശ്വാസം സത്യപ്പെടുത്തിയവനാണ്, സത്യസന്ധത പുൽകിയവനാണ്, ആത്മാർത്ഥമായി ദീൻ പാലിച്ചവനാണ്. നാടും നഗരവും നശിച്ചുപോയപ്പോഴും നശിക്കാത്ത മനസ്സും നിലക്കാത്ത കർമ്മങ്ങളും മാറാത്ത കാഴ്ചപ്പാടുമായിട്ട് മുന്നോട്ടു പോയ മനുഷ്യന് കേൾക്കേണ്ടി വരുന്നത് സിദ്ദീഖ് എന്ന പേരാണ്. ഇവന്റെ രേഖ ഇല്ലീയിന് രേഖപ്പെടുത്തൂ എന്ന് അല്ലാഹു പറയുകയും ആത്മാവിനെ ശരീരത്തിലേക്ക് തിരിച്ചു കൊടുക്കുകയും ചെയ്യും. ആ മനുഷ്യൻ പറയും, മയ്യത്ത് കെട്ടിൽ കിടന്ന് കദ്ദിമൂനി കദ്ദിമൂനി, എന്നെ വേഗം കൊണ്ടുപോകൂ വേഗം കൊണ്ടുപോകൂ എന്ന് പറയും. ആളുകൾ നിസ്കരിച്ച് കബറടക്കി തിരിച്ചു പോരുമ്പോൾ മലക്കുകൾ വന്ന് ചോദ്യം ചോദിക്കും, ആരാണ് നിന്റെ റബ്ബ്, ആരാണ് നിന്റെ ഇമാമ്, ആരാണ് ഈ മനുഷ്യനെന്ന് നബിയെക്കുറിച്ച് ചോദിക്കും. ഉത്തരങ്ങൾ കൃത്യമായി നൽകുമ്പോൾ ആ മനുഷ്യന്റെ കബർ കണ്ണെത്താ ദൂരം വിശാലമാകും. സ്വർഗ്ഗത്തിലെ വിരിപ്പ് ആ കബറിൽ വിരിച്ചു കൊടുക്കും. സ്വർഗ്ഗത്തിൽ നിന്ന് ഒരു കവാടം തുറക്കപ്പെടുന്നതിലൂടെ അതിന്റെ സുഗന്ധവും കുളിർക്കാറ്റുകളും അതിന്റെ മനോഹരമായ കാഴ്ചകളും അയാൾ നുകർന്നുകൊണ്ട് അവിടെ കഴിച്ചുകൂട്ടും. സുന്ദരനും സുമുഖനുമായ ഒരു മനുഷ്യൻ അയാൾക്ക് സന്തോഷം പകരുന്ന വിധത്തിൽ അയാളെടുക്കൽ വരും. എന്നിട്ട് പറയും, അന അമലുക സ്വാലിഹ്, ഞാൻ നിന്റെ ഏറ്റവും നല്ല പുണ്യകർമ്മങ്ങളാണ്. നം ഖനൗമത്തിൽ അറൂസ്, മണവാളൻ ഉറങ്ങുന്നത് പോലെ നീ ഉറങ്ങിക്കോ എന്ന് ആ മനുഷ്യനോട് ആ വന്ന ആള് പറയുമെന്നാണ്. സുഹൃത്തുക്കളെ, ഇതാണൊരു വിശ്വാസിയുടെ മരണം. എന്നാൽ മോശപ്പെട്ട തമ്മാടിയും കാഫിറുമായ ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം മലക്കുൽ മൗത്ത് അവന്റെ കൂടെയുള്ള മലക്കുകളുമായിട്ട് വരും. സൂദുൽ വുജൂഹ്, അവരുടെ മുഖം കണ്ടാൽ തന്നെ പേടിയാകും. അവരുടെ കയ്യിൽ ഇരുമ്പിന്റെ ദണ്ടുണ്ടാകും. ആ ദണ്ടുകൊണ്ട് ഉഹുദ് മലയെ തല്ലിയാൽ അത് തകർന്ന് തരിപ്പണമാകുമെന്ന് റസൂൽ കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആത്മാവിനെ വിളിക്കുന്നത് യാ അയ്യത്തുഹൻ നഫ്സുൽ ഖബീസ, വൃത്തികെട്ട മോശപ്പെട്ട ആത്മാവേ, അള്ളാഹുവിന്റെ കോപത്തിലേക്ക് ഇറങ്ങി വന്നാലും എന്നാണ് വിളിക്കുന്നത്. ഈ വിളി കേൾക്കുമ്പോൾ ഉള്ളിലേക്ക് അയാളുടെ ആത്മാവ് വലിഞ്ഞു പോകും.
കയ്യിലുള്ള ദണ്ടുകൊണ്ട് മുഖത്തും പാർശ്വഭാഗത്തും മലക്കുകൾ ശക്തമായിട്ട് പ്രഹരിക്കും. വേദന കൊണ്ട് അയാൾ പുളയും. നനഞ്ഞ പഞ്ഞിക്കെട്ട് ഇരുമ്പിന്റെ കൊളുത്ത് നനഞ്ഞ പഞ്ഞിക്കെട്ടിൽ നിന്ന് വലിച്ചൂരിയെടുക്കുന്ന പോലെ മലക്കുകൾ അയാളെ വേദനിപ്പിച്ച് കഷ്ടപ്പെടുത്തി ആ ആത്മാവിനെ വലിച്ചൂരിയിട്ട് ദുർഗന്ധം വമിക്കുന്ന നരകത്തിൽ നിന്ന് കൊണ്ടുവന്ന പുടവയിലേക്ക് അത് മാറ്റും. ആകാശലോകത്തുള്ള മലക്കുകൾ മുഴുവൻ അയാളെ ശപിക്കും. ഏതാണ് ഈ മ്ലേച്ഛമായ ആത്മാവ്, ദുർഗന്ധം വമിപ്പിക്കുന്ന ഈ ആത്മാവ് ഏതാണെന്ന് പറഞ്ഞ് മലക്കുകളെല്ലാം ശപിക്കുകയും അയാളിൽ നിന്ന് ബഹുദൂരം അകന്നു പോവുകയും ചെയ്യും. അയാൾക്ക് വേണ്ടി ആകാശത്തിന്റെ കവാടങ്ങൾ തുറക്കപ്പെടുകയില്ല. അള്ളാഹുവിന്റെ അടുക്കലെത്തുമ്പോൾ അള്ളാഹു അയാളെ വിളിക്കുന്ന പേര് കദ്ദാബ്, കള്ളൻ. ഇയാളുടെ രേഖ സിജ്ജീനിൽ രേഖപ്പെടുത്തൂ എന്ന് പറഞ്ഞ് ആകാശലോകത്തുനിന്ന് ആത്മാവിനെ ഭൂമിയിലേക്ക് അള്ളാഹു വലിച്ചെറിയുമെന്ന് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം കുളിപ്പിച്ച് കഫൻ ചെയ്ത് പള്ളിയിലേക്ക് എടുക്കാൻ റെഡിയായി നിൽക്കുന്ന ശരീരത്തിലേക്ക് പടച്ച റബ്ബ് സുബ്ഹാനഹു വ തആല ആത്മാവിനെ വെക്കുമ്പോൾ ആ ആത്മാവ് കരഞ്ഞിട്ട് പറയും, എന്നെ കൊണ്ടുപോകല്ലേ, കൊണ്ടുപോകല്ലേ, എവിടേക്കാണ് നിങ്ങൾ എന്നെ കൊണ്ടുപോകുന്നത്, എന്നെ കൊണ്ടുപോകല്ലേ എന്നയാൾ നിലവിളിച്ചുകൊണ്ടേയിരിക്കും. സഹോദരന്മാരെ, ആരും അത് കേൾക്കുന്നില്ല. ഇല്ല സഖലൈൻ, ജിന്നും മനുഷ്യരും ഒഴികെ ബാക്കി എല്ലാവരും ഒരു മയ്യത്തിന്റെ കരച്ചിൽ കേൾക്കുമെന്ന് അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. മയ്യത്തിനെ പരിപാലിക്കേണ്ട ചുമതല നിങ്ങൾക്കില്ലായിരുന്നെങ്കിൽ മയ്യത്തിന്റെ നിലവിളി നിങ്ങളെ കേൾപ്പിക്കാൻ ഞാൻ പടച്ചറബിനോട് പ്രാർത്ഥിക്കുമായിരുന്നു എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഹദീസ് നമുക്ക് കാണാൻ സാധിക്കും. ആളുകൾ കൊണ്ടുപോയി നിസ്കരിച്ച് കബറടക്കി തിരിച്ചു പോരുമ്പോൾ മലക്കുകൾ ആകാശത്തുനിന്ന് വന്ന് പിടിച്ചിരുത്തി ചോദ്യം ചോദിക്കും, ആരാണ് നിന്റെ റബ്ബ്? അയാൾ പറയും, ഹാ എനിക്കറിയില്ല. ആരാണ് നിന്റെ ഇമാം? എനിക്കറിയില്ല. ആരാണ് ഈ മനുഷ്യൻ? നബിയെ കാണിച്ചു കൊടുക്കുമ്പോൾ വിശ്വാസി നബിയുടെ പേര് പറയും. പക്ഷെ ഇയാൾക്ക് പറയാൻ കഴിയുന്നില്ല. മലക്കുകൾ അടിക്കും. ഭൂമിയുടെ ആഴങ്ങളിലേക്ക് അയാളുടെ ശരീരം താഴ്ന്നു പോകുമെന്ന് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം ഓർമ്മപ്പെടുത്തുകയാണ്. അയാളുടെ ഖബർ ഇടുങ്ങും, ദുൽമത്ത് കൊണ്ട് ഇരുട്ടുകൊണ്ട് നിറയും, ഭീതിതമായ അന്തരീക്ഷം അവിടെ ഉണ്ടാകും. നരകത്തിൽ നിന്ന് ഡോർ തുറക്കപ്പെടുക വഴി അയാളുടെ ഖബർ കനത്ത ചൂടും ഉഷ്ണവുമായിരിക്കും. ഫാനൊന്ന് ഓഫായി, AC ഒന്ന് ഓഫായാൽ നമുക്കിരിക്കാൻ പറ്റുന്നില്ല. സുഹൃത്തുക്കളെ, നാളെ കിടക്കാനുള്ള ഖബറിൽ നാം എന്താണ് ഒരുക്കി വെച്ചിരിക്കുന്നതെന്ന് ആത്മാർത്ഥമായി ചിന്തിക്കുക. നമ്മളാണ് ഒരുങ്ങേണ്ടത്, നമ്മളാണ് മാറേണ്ടത്. മറ്റുള്ളവരുടെ പേര് പറഞ്ഞ് നമുക്ക് രക്ഷപ്പെടാമെന്ന് ആരും വിചാരിക്കേണ്ടതില്ല. അവരങ്ങനെയായി ഇവരിങ്ങനെയായി എന്ന് പറഞ്ഞിട്ട് കാര്യമുണ്ടാവുകയില്ല. എന്റെ കാരണവന്മാർ അങ്ങനെയായി എന്ന് പറഞ്ഞിട്ടും കാര്യമില്ല. എന്റെ ഫ്രണ്ട്സ് അങ്ങനെ എന്നെ കൂട്ടിക്കൊണ്ടുപോയതാണ് എന്ന് പറഞ്ഞിട്ടും കാര്യമില്ല. കാലത്തിനൊപ്പം ഞാൻ സഞ്ചരിച്ചു പോയതാണ് എന്റെ പ്രശ്നം എന്ന് വിലപിച്ചിട്ടും കാര്യമില്ല. അതുകൊണ്ട് തികഞ്ഞ ബോധ്യമുണ്ടാകണം. നരകത്തിൽ നിന്ന് കൊണ്ടുവന്ന ആ ഒരു വിരിപ്പ് അയാളുടെ ഖബറിൽ വിരിക്കുന്നതോടുകൂടെ ആളിക്കത്തുകയാണ് അയാളുടെ ഖബർ. നമസ്കാരം ഉപേക്ഷിച്ചവന്റെ ഖബറിൽ അയാളെ തല ചതച്ചരച്ചുകൊണ്ടിരിക്കും മലക്കുകൾ. പലിശ തിന്നവൻ ചോരപ്പുഴയിൽ നീന്തിക്കൊണ്ടിരിക്കും. വ്യഭിചരിച്ചവൻ മുകൾ ഭാഗം കുടുങ്ങിയതും അടിഭാഗം വിശാലവുമായ ചെമ്പിൽ കിടന്ന് എരിയേണ്ടി വരും. എന്താ പെണ്ണിന്റെ പരാതി? കൺസെന്റ് ഇല്ലാതെ എന്നെ സെക്ഷുവലി അബ്യൂസ് ചെയ്തു എന്നാണ്. അപ്പോൾ കൺസെന്റ് ഉണ്ടെങ്കിൽ നിനക്ക് പറ്റുമെന്നാണോ? നിന്റെ അനുവാദമുണ്ടെങ്കിൽ നിന്നെ ആർക്കും ഏത് ബന്ധത്തിനും ഏർപ്പെടാമെന്നാണ്? പുതിയ കാലത്തിന്റെ കാഴ്ചപ്പാടാണത്. ആർക്കും ആരുമായും ബന്ധപ്പെടാം, പക്ഷെ കൺസെന്റ് വേണം, അനുവാദം വേണം. അനുവാദമില്ലെങ്കിൽ അത് കുറ്റമാണ്. ഉഭയകക്ഷി സമ്മതത്തോടുകൂടെയാണെങ്കിൽ അത് കുറ്റമല്ല എന്ന ഒരു വ്യാഖ്യാനം ഒരുപക്ഷെ നിയമപരമായി ഉണ്ടായിരിക്കാം. അള്ളാഹു സുബ്ഹാനഹു വ തആല അനുവദിച്ചിട്ടില്ല. അടിഭാഗം വിശാലവും മുകൾ ഭാഗം കുടുങ്ങിയതുമായ ചെമ്പിനകത്ത് വ്യഭിചാരികൾ കിടന്ന് വെന്തെരിയുമെന്ന് അള്ളാഹുവിന്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. കളവ് പറഞ്ഞവർ വായ വലിച്ചു കീറുന്ന സാഹചര്യം ഉണ്ടാകും. ഇതാണ് ഒരു പാപിയുടെ ഖബറിന്റെ അവസ്ഥയെങ്കിൽ സഹോദരന്മാരെ, സമയം ഇതാണ്. ഈ സമയം പടച്ചറബ് നമുക്ക് അനുവദിച്ച് നൽകിയിരിക്കുന്നത് പഠിക്കാനും പ്രവർത്തിക്കാനും തൗബ ചെയ്യാനും ഇസ്തിഗ്ഫാർ നടത്തി പടച്ചറബിലേക്ക് മടങ്ങുവാനും സ്വർഗം നേടുവാനുമാണ്. ഈ സമയം നാം മറ്റു പലതിന്റെയും പേരിൽ പാഴാക്കി കളഞ്ഞാൽ ഇനിയൊരു റീടേക്ക് ഇല്ലെന്ന കാര്യം, ഇനിയൊരു മറ്റൊരു ചാൻസ് ഇല്ലെന്ന കാര്യം നാം തിരിച്ചറിയേണ്ടതുണ്ട്. നാം ഔറത്ത് മറക്കേണ്ടത് ഇവിടെയാണ്. നാം വിധിവിലക്കുകൾ പാലിക്കേണ്ടത് ഇവിടെയാണ്. ആസ്വദിക്കാനും എൻജോയ് ചെയ്യാനും ഒരു സ്വർഗ്ഗലോകം നമ്മെ കാത്തിരിക്കുന്നുണ്ട്. അതുകൊണ്ട് നല്ല മരണം വരിക്കാൻ നാം എന്ത് ചെയ്യണം? ഒന്നാമത് നമ്മുടെ ഈമാൻ നാം ദൃഢമാക്കുക. ശിർക്കൊരിക്കലും നമ്മുടെ മനസ്സിലേക്ക് കടക്കുന്നില്ലെന്ന് ഉറപ്പിച്ചാൽ യുസബ്ബിതുല്ലാഹു ലദീന ആമനു ബിൽ ഖൗലി സാബിത്. ദുനിയാവിലും പരലോകത്തും അല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് കൊണ്ട് സ്ഥൈര്യം നൽകും. രണ്ടാമത്തെ കാര്യം ദീനിൽ ഉറച്ചു നിൽക്കുക എന്നുള്ള. ഒരു കുത്തുബ കേൾക്കുമ്പോൾ ഒരു ഈമാൻ ഉണ്ടാവും. പിന്നെ ഇവിടെ നിന്ന് ഇറങ്ങിയിട്ട് പിന്നെ നമ്മൾ അടുത്ത ആഴ്ച വരെ ഒന്നും കേൾക്കണില്ല. കേൾക്കാത്ത അവസ്ഥ ഉണ്ടാവരുത്. നിരന്തരമായി കേട്ടുകൊണ്ടേയിരിക്കുക, നിരന്തരമായി പഠിച്ചുകൊണ്ടേയിരിക്കുക, ഈമാനിനെ ബൂസ്റ്റ് ചെയ്തുകൊണ്ടേയിരിക്കുക. എവിടെയാണോ മരവിപ്പ് തോന്നുന്നത് പള്ളിയിൽ കയറി 2 റക്അത്ത് നിസ്കരിച്ച് പടച്ചറബിനോട് പ്രാർത്ഥിക്കുക, ഖുർആനോദ, ദിക്ർ ചൊല്ലുക. ആ മരവിപ്പ് ശൈത്താൻ ഉണ്ടാക്കുന്ന മരവിപ്പാണ്, ചടപ്പാണ്, അവൻ ഉണ്ടാക്കുന്ന ശൈത്താനിയത്താണ്. അതിനെ ഒഴിവാക്കാൻ ദിക്റും ദുആയും ഖുർആൻ പാരായണവുമാണ് നമ്മുടെ മുന്നിലുള്ള മാർഗം. ഇന്നല്ലദീന ഖാലു റബ്ബുനല്ലാഹ് സുമ്മ ഇസ്തഖാമു തതനസ്സലു അലൈഹിമുൽ മലായികതു അല്ലാ തഖാഫു വലാ തഹ്സനു. നീ ദുഃഖിക്കണ്ട, പേടിക്കണ്ട എന്ന് മലക്കുകൾ പറയും. ആരോട്? വിശ്വസിച്ച് ആ വിശ്വാസത്തിൽ ഉറച്ചുനിന്ന, ദീനിൽ ഉറച്ചുനിന്ന ആളോട്. അതുകൊണ്ട് ഇസ്തിഖാമത്ത് വേണം. മൂന്നാമത്തെ സുഹൃത്തുക്കളെ, നിർബന്ധ ബാധ്യതകൾ പൂർത്തീകരിക്കുക. 5 നേര ജമാഅത്തും
നഷ്ടപ്പെടാതെ അതിലൊരു വാശി വേണം നമുക്ക്. ആ വാശി കാക്കാൻ നമുക്ക് പറ്റിയാൽ മൻ സല്ലൽ ബർദൈനി ദഖലൽ ജന്ന. അസറും സുബ്ഹും ആരെങ്കിലും നിസ്കരിച്ചാൽ അവൻ സ്വർഗ്ഗത്തിലാണെന്ന് അല്ലാഹുവിന്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്. അതുകൊണ്ട് മുഹാഫളത്തു അലാ സ്വലാത്തിൽ ജമാഅത്ത് നിസ്കാരത്തിൽ 5 നേരത്തെ നിസ്കാരത്തിൽ കണിശത പാലിക്കുക. നാലാമത്തെ എന്താ അറിയോ? തഖ്വയാണ്. രഹസ്യത്തിലും പരസ്യത്തിലും പടച്ച റബ്ബ് വിലക്കിയത് മാറ്റിവെച്ച് പടച്ച റബ്ബ് സുബ്ഹാനഹു വ തആല ഹറാമാക്കിയത് ഒഴിവാക്കി. തിൽക്കദ്ദാറുൽ ആഖിറ നജഅലുഹാ ലില്ലദീന ലാ യുരീദുന ഖുലൂവൻ ഫിൽ അർദി വലാ ഫസാദ വൽ ആഖിബത്തു ലിൽ മുത്തഖീൻ. സ്വർഗ്ഗം മുത്തഖികൾക്ക് വേണ്ടി അല്ലാഹു ഒരുക്കി വെച്ചത്. സ്വർഗ്ഗം നമുക്കറിയില്ല സ്വർഗ്ഗം എന്താണ്, നമ്മൾ പഠിച്ചിട്ടില്ല നരകം എന്താണ്. ആ സ്വർഗ്ഗവും നരകവും നമ്മൾ പഠിച്ചിരുന്നെങ്കിൽ നമുക്ക് ഈ ദുനിയാവിനോടുള്ള ആർത്തി ഉണ്ടാവുമായിരുന്നില്ല. ഈ ദുനിയാവിൽ എന്തെങ്കിലും കാര്യങ്ങളുടെ പിന്നാലെ നാം ഓടുമായിരുന്നില്ല. അതുകൊണ്ട് തന്നെ തഖ്വ പാലിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ ശ്രമിക്കുക. സ്വർഗം അത് അവർണ്ണനീയമാണ്. ഈ ദുനിയാവിന് ഇത്ര സൗന്ദര്യവും സ്വാദും വെച്ച പടച്ചറബ് നിത്യജീവിതത്തിന് ഒരു ലോകം ഒരുക്കിയിട്ടുണ്ടെങ്കിൽ എത്ര പെർഫെക്റ്റ് ആയിരിക്കും ആ ലോകമെന്നത് സങ്കല്പിക്കാവുന്നതേ ഉള്ളൂ. അതുകൊണ്ട് പടച്ചോനെ സൂക്ഷിക്കുക. നമ്മുടെ അടുത്ത് പൈസ കുറവൈകാരം, വിദ്യാഭ്യാസ യോഗ്യത കുറവൈകാരം, പക്ഷേ ഇന്ന അക്രമക്കും ഇൻദല്ലാഹി അത്ഖാക്കും, നിങ്ങളിൽ ഏറ്റവും നല്ല ക്വാളിഫൈഡ് ആയ വ്യക്തി പടച്ചോനെ നല്ലോണം സൂക്ഷിക്കുന്ന ആളാണ്. ജോലിയും തറവാടും സൗന്ദര്യവും ഒക്കെ ഡിഫറന്റ് ആണ്, അതെന്തോ ആകട്ടെ, പക്ഷേ അള്ളാഹുവിനെ സൂക്ഷിക്കുന്ന ഒരു മുത്തഖിയാകാൻ നമുക്ക് പറ്റിയാൽ സുഹൃത്തുക്കളെ, അത് വിജയത്തിന്റെ ഏറ്റവും വലിയ കാര്യമാണ് നമ്മൾ മനസ്സിലാക്കുക. 5ാമത്തെ കാര്യം ഫിഅലു ത്വആത്ത് വ തർക്കു സയ്യിആത്ത്. പാപങ്ങൾ ഒഴിവാക്കുക, പടച്ചറബിന് ഇഷ്ടപ്പെട്ട പ്രവർത്തനങ്ങൾ ചെയ്യുക. അം ഹസിബല്ലദീന ഇസ്തറഹു സയ്യിആത്ത് അൻ നജഅലഹും കല്ലദീന ആമനു വഅമിലുസ് സ്വാലിഹാത്തി സവാഅൻ മഹ്യാഹും വമാതുഹും. നന്മ ചെയ്തവനും തിന്മ ചെയ്തവനും മരിക്കുമ്പോൾ ഒരുപോലെയാകുന്നാണോ നിങ്ങൾ വിചാരിക്കുന്നത്? എന്ത് മോശപ്പെട്ട വിധിയാണ് നിങ്ങൾ നിർണ്ണയിക്കുന്നതെന്ന് പടച്ചറബ് ചോദിക്കാൻ. അതുകൊണ്ട് ഒരിക്കലും തുല്യമാവുകയില്ല. അതുകൊണ്ട് സുഹൃത്തുക്കളെ, തിന്മകൾ വെടിയ, നന്മയിൽ കുതിക്കുക. വഅബ്ദു റബ്ബക ഹത്താ യഅതിയകൽ യഖീൻ. എവിടെയെല്ലാം അവസരം കിട്ടോ, എവിടെയെല്ലാം സമയം കിട്ടോ, ഓൾവേസ് ഫുൾ ടൈം പടച്ചറബിനെ ദിക്ർ ചൊല്ലിയും പ്രാർത്ഥിച്ചും നല്ലത് മാത്രം കണ്ടും കേട്ടും ഇബാദത്തിലായിക്കൊണ്ട് മുഴുകി ജീവിക്കുക. മരിക്കുമ്പോൾ പടച്ചറബ് ഇഷ്ടപ്പെട്ട ഒരു കർമ്മം ചെയ്തുകൊണ്ടിരിക്കുന്നവനായി മരിക്കാൻ നമുക്ക് പറ്റുക. വൻ പാപങ്ങൾ ഒഴിവാക്കുക. പടച്ചറബ് നമുക്ക് മുന്നിൽ കാണിച്ചു തന്ന റസൂലിന്റെ മാതൃക നമ്മൾ പിൻപറ്റുക. ലഖദ് കാന ലക്കും ഫി റസൂലില്ലാഹി ഉസ്വത്തുൻ ഹസന. നബിയെ പിൻപറ്റുക, എന്നാൽ പരലോകത്ത് വിജയം വരിക്കാം. അല്ലാഹുവിനെ റസൂലിനെ അനുസരിച്ച് ജീവിക്കാം. 7ാമത്തെ കാര്യം, പടപ്പുകൾക്ക് നന്മ ചെയ്യുക, തിന്മകളിൽ നിന്ന് മാറി നിൽക്കുക, ആളുകൾക്ക് ഉപദ്രവം ഉണ്ടാക്കാതിരിക്കുക. സ്വർഗം കിട്ടാനുള്ള, നല്ല മരണം കിട്ടാനുള്ള വഴിയാണ് എപ്പോഴും തൗബ ചെയ്യുക. ഇല്ലാ മൻ താബ. തെറ്റുകൾ പറ്റും, നമ്മൾ മനുഷ്യന്മാരാണ്. ചെറുപ്രായത്തിലെ സാഹചര്യങ്ങൾ കൊണ്ട് പറ്റിയിട്ടുണ്ടാവും, കൂട്ടുകാരൊപ്പം കൂടി പറ്റിയിട്ടുണ്ടാവും, ശൈത്താനിയത്ത് കൊണ്ട് പറ്റിയിട്ടുണ്ടാവും, പല സമ്മർദ്ദത്തിന് വഴങ്ങിയിട്ട് നമ്മൾ പലതിനും വീണു പോയിട്ടുണ്ടാവും. സുഹൃത്തുക്കളെ, വീഴുന്നത് തെറ്റല്ല, വീണടത്ത് തന്നെ കിടക്കുന്നതാണ് തെറ്റ്. തെറ്റ് മനുഷ്യന് സംഭവിക്കും, പക്ഷെ തൗബ ചെയ്ത് മടങ്ങാൻ മടി കാണിക്കുന്നതാണ് ഏറ്റവും വലിയ പ്രശ്നം. അതുകൊണ്ട് തൗബ ചെയ്ത് മടങ്ങാൻ, ഹൃദയത്തെ എല്ലാ ഹറാമുകളിൽ നിന്നും, എല്ലാ വേണ്ടാത്ത പക, വിദ്വേഷം, പരസ്പരമുള്ള കാര്യങ്ങൾ, സ്വന്തം ശഹവത്തിന്റെ അടിമത്വം, അതിൽ നിന്നൊക്കെ ഹൃദയത്തെ ശുദ്ധമാക്കുക. പടച്ചറബിൽ പ്രതീക്ഷയും ഭയവും വെച്ചിട്ട്, പടച്ചറബിൽ നല്ല വിചാരം വെച്ചിട്ട് മരിക്കാൻ പറ്റും. ഈ ദുനിയാവിന് പടച്ചോൻ കൊടുത്തൊരു വാല്യൂ മാത്രം കൊടുത്ത് ഇതെനിക്ക് കർമ്മത്തിനുള്ള ഒരു സമയമാണ്, അവസരമാണെന്ന് മനസ്സിലാക്കി പ്രാർത്ഥനയോടുകൂടെ മുന്നോട്ട് പോയാൽ ഏറ്റവും നല്ല മരണം വരിക്കാൻ നമുക്കും സാധിക്കും. പടച്ചറബിനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മുടെ എല്ലാ വീഴ്ചകളും അള്ളാഹു വിട്ടുപുറത്തു മാപ്പാക്കി തരട്ടെ. അവന്റെ പരിശുദ്ധ ജന്നാത്തുൽ ഫിർദൗസിൽ അള്ളാഹു നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തുമാറാവട്ടെ. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ രോഗികൾക്ക് ശിഫാഉൻ ആജിൽ സമ്മാനിക്കുമാറാവട്ടെ. നമ്മിൽ മരിച്ചു പിരിഞ്ഞവർക്ക് മഗ്ഫിറത്തും റഹ്മത്തും നൽകുമാറാവട്ടെ. അള്ളാഹു ഇൽമും ഈമാനും തഖ്വയും നമുക്ക് വർദ്ധിപ്പിച്ചു നൽകുമാറാവട്ടെ. നമ്മുടെ കുടുംബത്തെ അള്ളാഹു ഇസ്ലാമികമാക്കുമാറാവട്ടെ. നമ്മുടെ മക്കളെ അള്ളാഹു ദീനുള്ള മക്കളാക്കി മാറ്റുമാറാവട്ടെ. പടച്ചറബ് സുബ്ഹാനഹു വ തആല ഇഷ്ടപ്പെട്ട വഴിയിൽ മരണം വരെ മുന്നോട്ട് പോകാൻ അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ രാജ്യത്തെ സമാധാന അന്തരീക്ഷം നിലനിർത്തി തരുമാറാവട്ടെ. ഇവിടെ അനൈക്യവും കലാപവും ഛിദ്രതയും വിലയ്ക്കാൻ ഉദ്ദേശിക്കുന്നവരുടെ തന്ത്രങ്ങളെ അള്ളാഹു പരാജയപ്പെടുത്തുമാറാവട്ടെ. അവർക്കെതിരെയുള്ള സമരങ്ങളെ അള്ളാഹു വിജയിപ്പിക്കുമാറാവട്ടെ. രാജ്യത്തിന്റെ അധികാരം മനുഷ്യസ്നേഹികൾക്ക്, ജനാധിപത്യ സംരക്ഷകർക്ക് അള്ളാഹു തിരിച്ചു നൽകുമാറാവട്ടെ. ഗസയിലും വെസ്റ്റ് ബാങ്കിലും ലോകത്തിന്റെ വിവിധങ്ങളായ ഭാഗങ്ങളിലും കഷ്ടപ്പെടുന്ന പാവങ്ങൾക്ക് അള്ളാഹു ആശ്വാസവും സ്വതന്ത്രവും നൽകുമാറാവട്ടെ. മനുഷ്യന്മാരെ കൂട്ടക്കുരുതിക്ക് വിധേയമാക്കി അതിലൂടെ സന്തോഷവും സാമ്പത്തിക വരുമാനവും നേടാൻ ആഗ്രഹിക്കുന്ന ലോകത്തുള്ള മുഴുവൻ ശക്തികൾക്കും അള്ളാഹു കനത്ത തിരിച്ചടി പ്രദാനം ചെയ്യുമാറാവട്ടെ. അള്ളാഹു അവരെ തകർക്കുമാറാവട്ടെ. അവരുടെ സംഘശക്തി അള്ളാഹു ചിഹ്ന ഭിന്നമാക്കുമാറാവട്ടെ. അവരുടെ ആയുധ ശേഖരങ്ങളെ ഒന്നടങ്കം അവർക്ക് നേരെ പടച്ചറബ് തിരിച്ചുവിടുമാറാവട്ടെ. അല്ലാഹുമ്മ ഗഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത്
الأحياء منهم والأموات إنك مجيب دعوات يا قاضي الحاجات اللهم ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار